ഹലോ നമസ്കാരം. നമ്മളെല്ലാവരും തന്നെ ടൂറും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ടൂർ പോകുമ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ട്രക്കിങ്ങിന് പോകാറുണ്ട്. അതുപോലെ തന്നെ ജീപ്പ് സഫാരിക്ക് എല്ലാത്തിനും നമ്മൾ പോകാറുണ്ട്. അപ്പോൾ പോകുമ്പോഴേക്ക് ഇതുപോലെയുള്ള ബോർഡുകളൊക്കെ നമ്മൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് മാമലക്കണ്ടത്തുനിന്ന് നമ്മൾ കൊയിനിപ്പാറയിലേക്ക് പോകുന്ന വഴിക്ക്, അതായത് മാമലക്കണ്ടത്തുനിന്ന് മേളിലേക്ക് കയറണോടത്ത് തന്നെ വെച്ചാണ് ബോർഡാണ്. അവിടെ ചെന്നിട്ട് നമ്മൾ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ വേസ്റ്റ് ഒന്നും അവിടെ ഇടരുതെന്നാണ് ആ ബോർഡിലുള്ളത്. ഞങ്ങളപ്പോൾ മുകളിൽ പോയി കാര്യങ്ങൾ അടിപൊളിയാണ്, നല്ലൊരു പ്ലേസാണ്, അടിപൊളിയാണ്. ജീപ്പ് സവാരി ട്രക്കിങ് അടിപൊളിയാണ്. എല്ലാവരും വന്ന് ഒന്ന് ആസ്വദിക്കേണ്ട ഒരു സംഭവം തന്നെയാണ്. പക്ഷേ അവിടെ ടോപ്പിൽ ചെന്നപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് കണ്ടോ, അവിടെ കംപ്ലീറ്റ് കുപ്പികളും പ്ലാസ്റ്റിക്കിൻ്റെ കുറേ വേസ്റ്റുകൾ, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകൾ, ഒന്നും പറയണ്ട. അവിടെ ഒന്ന് ഇരിക്കാനോ അല്ലെങ്കിൽ ആകെ കുറച്ച് സ്പേസ് ഉള്ളൂ അവിടെ നിൽക്കാനോ ഇരിക്കാനോ എല്ലാത്തിനും. അപ്പോൾ അവിടേക്ക് ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, ആസ്വദിക്കാറുണ്ട്, ഒക്കെ ഓക്കെ. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ വേസ്റ്റ് താഴെ ഇടാതെ ഒരു കവറിലാക്കി നമുക്ക് തന്നെ തിരിച്ച് റിട്ടേൺ കൊണ്ടുപോകുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് വിദേശികളും അതുപോലെ തന്നെ ഒരുപാട് സഞ്ചാരികളും ഒരുപാട് നമ്മളെപ്പോലുള്ള ആൾക്കാർ ഒത്തിരി അവിടെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് കയ്യിൽ കരുതിയിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുപോകുക, അല്ലെങ്കിൽ പോണ വഴിക്ക് എവിടെയെങ്കിലും കളയോ, അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതല്ലേ നല്ലത്. ഒരിക്കലും നമ്മളവിടെ അത് കാട്ടിക്കളഞ്ഞുകൊണ്ട് പോരാൻ പാടില്ല, ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതിനെപ്പറ്റി നമ്മളോട് നമ്മളുടെ ജീപ്പ് ഡ്രൈവർ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. ഒരു അജി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ചേട്ടാ, ചേട്ടനിവിടെ ഈ മറ്റു വിനോദസഞ്ചാരികൾ അല്ലെങ്കിൽ ഇവിടെ മാമലക്കണ്ടം, ഇവിടെ കൊയിനിപ്പാറയൊക്കെ കാണാൻ വരുന്ന ആൾക്കാർ ഇവിടെ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ വനവഴിക്ക് കുറേ സ്ഥലത്ത് കണ്ടായിരുന്നു. അപ്പോൾ ഈ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ എങ്ങനെ ഇടുന്നത് ശരിയാണോ? ചേട്ടൻ്റെ അഭിപ്രായം എന്താ? ഒരിക്കലും ശരിയല്ല. നിങ്ങളതിനെപ്പറ്റി പ്രതികരിക്കാറുണ്ടോ? പ്രതികരിക്കാറുണ്ട്. ഞങ്ങൾ ഡ്രൈവർമാരാണ് കൂടുതലും ഇവിടെ പറക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളാണ് ഇപ്പോൾ ഇവിടെ മൂലയ്ക്ക് പറക്കി കൂട്ടിയിട്ടാണ് അല്ലേ? ഞങ്ങളാണ്. ഞങ്ങൾ ഇവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവർ നമ്മളെ ഒരുമാതിരി തല്ലാൻ വരുന്ന രീതിയിൽ ഇടരുത്, വന്ന് കിടക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ. ഇവിടെ വെള്ളമടിച്ചിട്ട് രാത്രി കിടപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ? അപ്പോൾ ആദ്യം ഉണ്ടായിരുന്നു. ഇവിടെ ഞങ്ങൾ വന്ന് നിർത്തിച്ചത് പറഞ്ഞ് ആന ഇറങ്ങണ സ്ഥലമായതുകൊണ്ട്. ഇത്രയും ആൾക്കാരൊക്കെ വരുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദേശികൾ ഉൾപ്പെടെ വരാറുള്ളതല്ലേ ഇവിടേക്ക്? വരാറുള്ള. അപ്പോൾ ഈ കുപ്പികൾ കിടക്കേണ്ട അതൊരു നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് തന്നെ അതൊരു മോശമാണ് അല്ലേ? ഇത് നമ്മുടെ അജി എന്ന് പറഞ്ഞ ചേട്ടനാണ്. ഞങ്ങൾ മുകളിലേക്കൊന്ന് ജീപ്പാണിത്. അജി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ മൊബൈൽ നമ്പർ ഞാനവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും താല്പര്യമുള്ളവർക്ക് അവിടെ പോകുമ്പോൾ ആ ചേട്ടനെ വിളിക്കാവുന്നതാണ്. താങ്ക് യു.